അസ്സലാമു അലൈക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തായിഫിൽ പോയപ്പോൾ ഉണ്ടായ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. പ്രവാചകത്വത്തിൻ്റെ 10-ാം വർഷം ഖദീജ ബീവിയുടെയും അബൂ താലിബിൻ്റെയും മരണത്തിനു ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കാനും സഹായിക്കാനും ആളില്ലാതായി. അതുമുതലെടുത്ത് മക്ക ഖുറൈശികൾ മുഹമ്മദ് നബിയെ ദ്രോഹിക്കാൻ തുടങ്ങി. ആ കാരണത്താൽ മക്കയിൽ നിന്ന് 85 കിലോമീറ്റർ അകലെയുള്ള തായിഫിലേക്ക് റസൂൽ പോയി. അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും നബിക്ക് ഒരു സംരക്ഷണ ഇടം കണ്ടെത്തുകയും ചെയ്യുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ അവിടെ കൊടിയ പീഡനം റസൂലിന് അനുഭവിക്കേണ്ടി വന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ മാതാവായ ആമിന ബീബി റളിയല്ലാഹു അൻഹയുടെ നാടാണ് ത്വായിഫ്. അവിടെയുള്ളവർ മുഹമ്മദ് നബിയെ തെരുവു പിള്ളാരെ കൊണ്ട് കല്ലെറിയുകയും പ്രവാചകൻ്റെ ശരീരം മുറിഞ്ഞ് അതിലൂടെ രക്തമൊഴുകുകയും ചെയ്തു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വന്നിരുന്നു. അവിടേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, നബിയെ, ഒരു വാക്ക് പറ, ഇവിടെ മുഴുവനും ഞാൻ തകർത്തേക്കാൻ. അങ്ങയുടെ ശരീരത്തെ വേദനിപ്പിച്ച ഇവരെ ഇപ്പോൾ തന്നെ തീർത്തേക്കാം. ഒരു വാക്ക് പറ നബിയെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വേണ്ട ജിബ്രീലേ, അറിവില്ലാത്തവരല്ലേ. നാളെ ഇവരുടെ തലമുറയിൽപ്പെട്ട ഒരു മനുഷ്യനെങ്കിലും ഇസ്ലാം മതം സ്വീകരിച്ചാലോ? അതുകൊണ്ട് വേണ്ട ജിബ്രീലേ. ഇത് കേട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ, അങ്ങയുടെ ഒരു തുള്ളി രക്തം ഈ ഭൂമിയിൽ വീണാൽ ഞാൻ അനുവാദം ചോദിക്കാതെ ഇവരെ നശിപ്പിക്കും. ഞാൻ അനുവാദം ചോദിക്കില്ല നബിയെ, അതിനു മുമ്പ് തന്നെ ഞാൻ ഇവരെ നശിപ്പിക്കും. ഇത് കേട്ട് ആദരവായ മുത്ത് റസൂൽ തൻ്റെ തുണിയെടുത്ത് രക്തം താഴെ വീഴാതെ തുടച്ചുകൊണ്ടേയിരുന്നു.